തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ആൾമാറാട്ടം നടത്തി ഭാര്യയ്ക്ക് പകരം ഭർത്താവ് ജോലി ചെയ്യുന്നതായി പരാതി. അത്യാഹിത വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ സഫീദയ്ക്കെതിരെയാണ് പരാതി. ഏറെ നാളായി ഡോക്ടർ സഫീദയും ഭർത്താവായ ഡോക്ടർ സഫീലും ഒരുമിച്ചാണ് ആശുപത്രിയിലെത്തുന്നത്. സി വി അനുമോദ് നമുക്കൊപ്പം ചേരുന്നു. അനുമോദ്, എന്താണ് ഈ ആക്ഷേപം? എന്താണ് അവിടെ സംഭവിച്ചത്? സജിത്ത്, തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ രാത്രികാല അത്യാഹിത വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഡോക്ടർ സഹീദയാണ് അവിടെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർ. അവർക്കൊരു കൈക്കുഞ്ഞുണ്ട്. അവരുടെ ഭർത്താവ് സഫീലും അവരും ഡോക്ടറാണ്. അവർ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത്. രാത്രികാലങ്ങളിൽ ഡ്യൂട്ടിക്ക് ഇവർ രണ്ടുപേരും ഒരുമിച്ച് വരുന്നു. ഈ രാത്രി ചെറിയ കുട്ടി ഉള്ളതുകൊണ്ട് സഹീദ ഡോക്ടർക്ക് പകരം സഫീൽ ഡോക്ടർ അവിടെ ജോലി ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതി. ഈ സഫീദ് ഇവർ കാഷ്വാലിറ്റിയിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഫോട്ടോകളും ഈ പരാതിക്കാർ യൂത്ത് ലീഗാണ് ഇതിനെതിരെ പരാതിയുമായി വന്നിട്ടുള്ളത്. അവരത് പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് കൃത്യമായിട്ട് ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ നിയമപരമായിട്ട് അനുവാദമില്ലാത്ത ഒരു ഡോക്ടർ അവിടെ ജോലി ചെയ്യുന്നതായിട്ടാണ് ഈ പരാതിയിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ ആ സമയത്ത് ജോലിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ യഥാർത്ഥത്തിൽ അവിടെ ജോലി ചെയ്യാൻ അനുവാദമുള്ള ആളല്ല. അത് ഉത്തരവാദിത്തത്തിൻ്റെ പ്രശ്നം വരും. അങ്ങനെ ഒരു രാത്രികാലങ്ങളിൽ ഇവർക്ക് ജോലി ചെയ്യുന്നതിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ തിരൂരങ്ങാടി ആശുപത്രിയിൽ തന്നെയുള്ള മറ്റേതെങ്കിലും ഡോക്ടറെ പകരം വെക്കുകയാണ് വേണ്ടത് എന്നാണ് ഇവിടെ പരാതിയായിട്ട് വന്നവർ ഉന്നയിച്ചിരിക്കുന്നത്. അതാണ് ആൾമാറാട്ടം എന്ന പരാതിയുമായിട്ട് അവർ രംഗത്ത് വന്നതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി അധികൃതർ സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് ഇപ്രകാരമാണ്. ഈ ചെറിയ 6 മാസം മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞാണ് ഈ ഡോക്ടർക്കുള്ളത്, സഹീദ ഡോക്ടർക്കുള്ളത്. അപ്പോൾ കുട്ടിക്ക് പാല് കൊടുക്കാനോ മറ്റോ മാറി നിൽക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നത് എന്നൊരു വിശദീകരണമാണ് അനൗദ്യോഗികമായിട്ട് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഔദ്യോഗിക വിശദീകരണം തേടിയപ്പോൾ അന്വേഷണത്തിന് ശേഷം പറയാം എന്നാണ് DMOയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ളത്. അത് താൽക്കാലികമായിട്ടുള്ളൊരു സംവിധാനം, അവിടെ വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത് എന്ന ഒരു വിശദീകരണമാണ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് നമുക്ക് അനൗദ്യോഗികമായിട്ട് ലഭിച്ചിട്ടുള്ളത്. എന്നാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി ഇപ്പോൾ DMOയുടെ മുമ്പിലുണ്ട്. DMOക്ക് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി അധികൃതർ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൽ തുടർ നടപടികൾ ഉണ്ടാവുക എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. സജിത്ത്, എന്തായാലും വലിയ പരാതിയാണ് അവിടെ മലപ്പുറത്ത് നിന്നും ഉയരുന്നത്. ഇത് സംബന്ധിച്ച് എന്തായാലും ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.